ഉളുപ്പില്ലാണ്ട് ഒറ്റ ദിവസം കൊണ്ട് കുറെ റിജക്ഷൻ വാങ്ങണ ആട്ടിത്തരട്ടെ. കാട്ടിത്തരാം. ജർമ്മനിയിൽ പാർട്ട് ടൈമിന്റെ അവസ്ഥ ചോദിക്കണവരത് കണ്ടോളൂ കേട്ടോ. നാട്ടിൽ പോയി വന്നപ്പോഴേക്കും എന്റെ ജോലി പോയി. സോ ഇന്നത്തെ എന്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 50 കട കയറി ഇറങ്ങാന്നുള്ളത്. ഇന്നത്തെ എന്റെ മെയിൻ ഫോക്കസ് റെസ്റ്റോറന്റ്, കെബാബ് ഹൗസ്, സ്റ്റീക്ക് ഹൗസ് ഒക്കെയാണ്. ചില സ്ഥലത്ത് കയറുമ്പോൾ ഇതേപോലെ പിടിച്ചിരുത്തി ഫോം ഒക്കെ തന്നിട്ട് വിടും. പക്ഷെ നമ്മുടെ മിനിമം ടാർഗറ്റ് അച്ചീവ് ചെയ്യാണ്ട് തിരിച്ചു പോകരുത്. അടുത്തുള്ള കടയൊക്കെ തീർന്നപ്പോൾ ഞാൻ ട്രെയിനും കയറി വേറെ സ്ഥലത്തോട്ട് പോയി. അവർക്കും പറയാനുള്ളത് സെയിം ഉത്തരം. We are full staffed. I'm sorry. Okay. Yeah. You need your no, sorry. No. 10-30 റിജക്ഷന്റെ ഇടയിലും ഹോപ്പ് തന്നെ ഇതേപോലത്തെ ആൾക്കാരാണ്. നമ്മളോട് എല്ലാ ഡീറ്റെയിൽസും ചോദിച്ച് എഴുതി വെക്കും. ചിലവർ നമ്മുടെ ഫോൺ നമ്പർ ഫോണിൽ വരെ സേവ് ചെയ്ത് വെക്കും. ഏകദേശം 9:30 ഇറങ്ങിയ ഞാൻ വൈകിട്ട് 5:00ക്കുള്ളിൽ 50 കട തീർന്നു. ഏകദേശം 39 റിജക്ഷനും 11 ഹോപ്പുമാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. റിജക്ഷന്റെ മെയിൻ കാരണം ജർമ്മൻ ലാംഗ്വേജ് ഇല്ലായ്മ. വരാൻ നിൽക്കണവര് ശ്രദ്ധിക്കുക, ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിട്ട് പോന്നേക്കിട്ടോ. ലാംഗ്വേജ് ഇല്ലെങ്കിലും എനിക്ക് ജോലി വാങ്ങിയേ പറ്റൂ. ഇവിടെ പട്ടിണി കിടക്കാൻ പോലും അത്യാവശ്യം പൈസ വേണമല്ലോ. ഏതെങ്കിലും ഒരു കടക്ക് തന്നെ ആവശ്യം വരും. എന്നെ ആവശ്യമുള്ള കടയിൽ ഞാൻ കയറാൻ പോകണുണ്ടാവുള്ളൂ. ഇതിന്റെ ബാക്കി അപ്ഡേറ്റ്സ് അടുത്ത വീഡിയോയിലായിട്ട് ഇടാം.